ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമ്മച്ചിങ്ങടി ഇങ്ങനെ പുറത്ത് മുറ്റത്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ അമ്മച്ചി പറ ഞങ്ങൾ ഇപ്പം വന്നതിന് ഇവിടെ ഈ ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ സമയം വെയിലുള്ളൂ. നല്ല നമ്മുടെ സമയം കൂടുതൽ ചിലവഴിക്കുന്ന ഇവിടെയാണ്. ഇന്ന് ഞാനും ജനുമോളും കൂടി ഇന്ന് നമുക്ക് ലീവ് ഓഫായതുകൊണ്ട് ഇരുന്ന് പറയാൻ എനിക്കറിയത്തില്ല. പറയുമ്പോഴൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ അവല് വിളയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് അവല് വിളയിക്കലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അമ്മച്ചി നിറച്ചുകൂട്ടണം ഇവിടെ ഓരോന്ന് പറക്കി കണ്ട് പുല്ലും പറക്കി കല്ലും പറക്കി ഇതൊക്കെ നടക്കുകയാണ്. ഇതിലൊക്കെ നടന്ന് ഇപ്പം പുല്ലുണ്ടാകലും കുറഞ്ഞു. അതെ, അമ്മച്ചല്ലേ നടക്കണയാള്. അമ്മച്ചിൻ്റെ കാര്യം ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 500 ഗ്രാമിൻ്റെ ഒരു അവല്. ഇത് നമ്മൾ ഉപയോഗിച്ചൊരു കുറച്ച് ബാക്കിയല്ല കേട്ടോ, ഒരു ഇത്രയുണ്ട്. ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കണം, ഒന്ന് മൊരിച്ചെടുക്കണം. ഇത് നല്ല കട്ടി കുറഞ്ഞിങ്ങനെ വറക്കാത്ത അവലാണ്, നല്ല പേപ്പർ പോലത്തെ. അപ്പോൾ അത് ചുമ്മാ പാത്രത്തിലിട്ടൊന്ന് വറുത്തെടുക്കണം. എന്താടാ വെച്ച് പോയി കുളിക്കിച്ച് കുളിക്കുക അപ്പഴും അവല് റെഡി. ഇത് നമ്മൾ അതിൻ്റെ കൂടെ വെല്ലവും കൂടി ഒരുക്കാൻ വെച്ചിട്ടോ. ഇതൊരു 2 ആണി, ഇത്ര സാധാരണ 2 കട്ട ശർക്കരയാണ് കേട്ടോ, സാധാരണ വലുപ്പമുള്ള. ഇത് ഈ എന്തായിരുന്നു പേര്, കരിപ്പട്ടി. ഇത് കരിപ്പട്ടി ആയതുകൊണ്ട് നല്ല മധുരവും നല്ല കറുത്ത കളറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ഇട്ടുള്ളൂ. നമ്മുടെ അവല് ആയി വരുന്നു. നമുക്ക് പകുതി അവൽ ഇവിടെ ഇരിപ്പുണ്ട്, 2ആയിട്ട് വറക്കണം. ചിലത് വറുത്ത അവലാണെങ്കിലും തണുത്തിരിക്കും. ഇത് വറുത്തിട്ടില്ല, ഇല്ല മുരിയില്ല, ചൂടായി വരുന്നുണ്ട്. പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് വയലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വയലിൽ നെൽകൃഷി ചെയ്യുമ്പോൾ പഴുപ്പര വാദന, അധികം വിളയരുത്, അങ്ങനത്തെ കുറച്ച് ചുരുട്ട് വേറെ എടുത്തുകൊണ്ടൊരു അപ്പച്ചനൊക്കെ നെല്ല് എന്നിട്ട് അതിനെ മെതിച്ചെടുത്ത് പാറ്റി പരക്കി അത് വെള്ളത്തിലിടുക. തിളപ്പിച്ച് വെള്ളത്തിലിടാൻ എനിക്ക് കൃത്യം ഓർമ്മയില്ല. വെള്ളത്തിൽ എന്നിട്ട് അത് വാരിയെടുത്ത് വറുത്ത് പൊട്ടുമ്പോൾ ഒരലയിലേക്ക് ഇട്ട് 2 പേരും മാറി മാറി അടിച്ചെടുത്ത് നല്ല അവല്, നല്ല ടേസ്റ്റുള്ള അവല. അത് ഇതിനേക്കായൊക്കെ ഡബിൾ അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ. ഞാനും കണ്ടിട്ടില്ല കേട്ടോ. എടാ ആ സമയത്ത് ന്യൂട്രലിൽ പോയിട്ട് ചോക്ലേറ്റ് മാത്രം എടുത്തോണ്ട് നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം. ചിന്നാമ്മച്ചി ഏലാമ്മച്ചി ഇടിക്കാര് ഒരല് മരത്തിന്റെ വരല, അത് 2 പേരും മാറി മാറി പെട്ടെന്ന് വെട്ടിച്ച് പരത്തി എടുത്തത്. അമ്മച്ചിയുടെ ചേച്ചിമാരാണ് ചിന്നാമ്മച്ചി എല്ലാമ്മച്ചി. ഞാൻ അതിനൊന്നും കൂടൂല, കഴിക്കാൻ കൂടാം, ഞാൻ ചെറുതല്ലേ. ഇളയവർക്ക് പിന്നെ എപ്പോഴും കൺസെഷൻ ഉണ്ടല്ലോ. അമ്മച്ചിയല്ലേ മറ്റേത് പെണ്ണുങ്ങളുടെ. ശരിയാ. അമ്മച്ചിയൊക്കെ 4 പെണ്ണും 2 ആണും. 5 പെണ്ണും 2 ആണും. ശരി, 5 പെണ്ണും ഉണ്ടായിരുന്നു. മരിച്ചുപോയതാ. രുചിക്കിട്ട് ഒരെണ്ണം എടുത്താൽ മതിയേ. ഇഷ്ടമുണ്ടോ? പൊളിച്ചാണോ നോക്കുന്നത്? ഇഷ്ടമുള്ളത് നോക്കി നോക്കി ഏകദേശം പകുതിയായി. കഴിഞ്ഞ സാര വന്നപ്പം കൊടുത്തതാ. എടാ നീ അങ്ങനെ ഇഷ്ടം നോക്കി ഇഷ്ടം എടുക്കുവാണെങ്കിൽ അത് കഴിക്കണം, അല്ലെങ്കിൽ എടുക്കരുത്. പകുതി അടിച്ചു വെക്കരുത്. അമ്മയ്ക്ക് വേണ്ട, ഇതെടുത്തൊന്ന് വെക്കോ, ഇനി വേറെ ഒന്നും എടുക്കണ്ട. വേണ്ട, അവനത് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ടത് അങ്ങനെ ആക്കി. ഇതാ അവന് നന്നായിട്ട് പറന്ന് വന്നിട്ടുണ്ട്. കരിമുഴുവനാകും. നമ്മുടെ ഫുൾ ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വറക്കുന്നു 3 പ്രാവശ്യമായിട്ട് വറുത്ത കറി ഉണ്ടായിരുന്നല്ല. ശർക്കര നന്നായിട്ട് ആയിട്ടുണ്ട്, ഇനി ഉരുക്കിയെടുക്കലാണ്.
എന്താണ് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് മതിയാവോ? നോക്കാം നമുക്ക്. മധുരം ഒന്ന് തരണ്ടാ മതി. ഇത് നമ്മുടെ തേങ്ങ ഫ്രോസൺ ആയിരുന്നത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിങ്ങനെ കുതിരേനെയൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ കുതിര, നല്ല സുന്ദരം കുതിര. എന്തെടുക്ക വെച്ച പുഴുപുഴുവിനെ കണ്ടുപിടിക്കാണ്. അത് ക്രിക്കറ്റിനെ കണ്ട ക്രിക്കറ്റ്, അത് പുഴുവല്ല, അത് പുല്ലല്ല. പുല്ല്. കിക്കിളി കൂട്ടാ, കിക്കിളി കൂട്ട കഴുത്ത വെച്ചെല്ലാരും കഴുത്ത കണ്ടെന്ന് വെച്ചാൽ കിക്കിളി കൂട്ടലാണ് പരിപാടി. ഇവിടുത്തെ കുതിര ഉടുപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല വെയിലല്ലേ, അപ്പൊ അതിന് വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഉടുപ്പ് ഇട്ട്, തണുപ്പുള്ളപ്പോ തണുപ്പ് കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. എല്ലാം ശർക്കര ഉരുക്കിച്ച് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ കല്ലോ മണലോ ഒക്കെ ഉണ്ടെങ്കിലേ. അതിൻ്റെ പൊടി കാണിച്ചിട്ടാ കല്ലുണ്ട്. എന്താ ഇച്ചിരി ഉള്ളെങ്കിലും അത് കല്ലും പൊടി നമ്മൾ കടിക്കും. ഇനി കുറച്ച് ഏലക്ക എടുത്ത് നമുക്ക് പൊടിച്ചാക്കണം. 2 ജീരകം കൂടി കൂട്ടിയാൽ നല്ലതാട്ടോ, കുഴപ്പമില്ല. എന്നാൽ എടുക്കാം. പാനി അതിന് ശേഷം തേങ്ങ ഇടുന്നു. എന്താ നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട്, ഏകദേശം ഇത്ര ഏലക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായി എടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ വരട്ടെ. പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി, രണ്ടും കൂടിയാണ് ഇടുന്നത്. അത് ഇതിനകത്ത് പൊടിച്ചെടുക്കണം. ഇതിനകത്ത് നന്നായി പൊടിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതൊരായാലും കൊള്ളില്ല. ഇതൊന്ന് നല്ല ബ്രൗണായി ഒന്നതായതിനു ശേഷം അവിലിടും. നല്ല ഏലക്ക പൊടിച്ചത്, ഏലക്കായും ജീരകവും കൂടി ചെറിയ ജീരകം ഞാൻ കുറച്ച് കിട്ടും, ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. കളിച്ച് അതിൻ്റെ ഗുണം ഞങ്ങൾ അവരും കൂടി ഇട്ട് ചുട്ടി കുറച്ച് കുഴപ്പമില്ല. കാല നല്ല കൂടിയല്ലേ, കുഴപ്പമില്ല. ഈ കുറച്ചാൽ മതി. അവിടേക്കാണെങ്കിൽ നമുക്ക് വലിയ ഉരുളിയൊക്കെ എടുത്ത് വെക്കാനോ. നമുക്കിത് വലുത് വാങ്ങിയിട്ടും കാര്യമില്ല. എല്ലാം വലിയ പാത്രം ഉണ്ടായിരുന്നു, ഞാൻ ഓർത്തുള്ളത് വെച്ചാൽ മതിയാണ്. നമ്മൾ പാത്രം മാറ്റി, കാരണം നമ്മൾ ആ പാത്രത്തിലോട്ട് ഫുൾ അവല് കൊള്ളൂല. അപ്പോൾ ഒരു ലേശം കൂടി വെള്ളം എടുത്ത് എന്താ പറയുക ഒരുക്കിയിട്ട് നമുക്ക് ബാക്കി കുറച്ചുകൂടി അവലിരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ആക്കാൻ വേണ്ടി എല്ലാം കൂടി ഈ ഒരു വലിയ പാത്രത്തിലിട്ട് ആക്കാം. നമുക്ക് നേരത്തെ വലിയ പാത്രം എടുത്താൽ മതിയായിരുന്നു, അത് ഓർത്തില്ല. അപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള അവലും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അച്ചാച്ചനെ റിച്ചിക്കുട്ടനും കൂടി പുറത്ത് പോയി കളിക്കുകയാണ്. അവനെ സൈക്കിൾ ഓടി കളിക്കുന്നു. അച്ചാച്ചൻ സാറ്റ് കളിക്കുക. എനിക്ക് വയ്യ. അയ്യോ വെച്ചോടല്ലോ. അവര് പുറത്ത് സാറ്റ് കളിക്കുക. റിച്ചിക്കുട്ടൻ എണ്ണുന്ന അച്ചാച്ചൻ ഒളിക്കുന്നു. സാറ്റ് കളിക്കുക. 3 ദിവസം മകൻ വീട്ടിൽ മരിച്ചു കിടന്നിട്ട് അച്ഛനെ അറിഞ്ഞില്ല.
നമ്മൾ വലിയ പാത്രം വെച്ച് ബാക്കിയിട്ട് അവലും കൂടിയിട്ട് നമുക്ക് രണ്ടുകൂടെ ഒരുമിച്ച് ഒറ്റ ട്രിപ്പിനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് കടി 2 ദിവസത്തേക്കുള്ള കടിയായി. വൈകുന്നേരത്തെ രാവിലെ എന്തെങ്കിലും മതിയാക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം നമുക്ക്. ബ്രെഡിൻ്റെ ആൾക്കാരായിട്ട് ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റിനോട് ഇഷ്ടമായി. പണി എളുപ്പമാണ്, സമയവും നല്ലതാണോ അതിന് ശരീരത്തിന് എല്ലാത്തിനും. അത് ഏകദേശമായി. നമുക്ക് ഈ പാത്രത്തിലുള്ളതും കൂടി ഇടാം. ഒരുമിച്ച് അങ്ങ് ഇറക്കിയാൽ ഒരേപോലെ ഇരിക്കും. അയ്യോ പാത്രം നിറച്ചുള്ള ഇതാ നമ്മൾ ഏകദേശം ആയി കേട്ടോ. വാങ്ങാൻ പോവാണ്. അടിപൊളി കേട്ടോ. നമുക്ക് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട വലിയ വേറെ ഒന്നും സാധനങ്ങളൊന്നും ചേർത്തൊന്നുമില്ല. വേണമെങ്കിൽ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. മറ്റേ കടല, മുന്തിരിയൊക്കെ എല്ലാം. ഷുഗറൊക്കെ ഇച്ചിരി ഇതാ നിൽക്കുന്നതാണ് വെച്ചതാണ്. അതെ, അധികം സാധനങ്ങളൊന്നും ഇടാതെ വേണമെങ്കിൽ നെയ്യിലിട്ട് വറുത്ത് അത് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ നമ്മള് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി. വേണ്ട, നമുക്കിപ്പോ ചായ കുടിക്കണ്ടേ. പിന്നെ കൊറേ നാളൊക്കെ നിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് നന്നായിട്ട് ട്രൈ ആക്കാം. അവനാണേലും കുറച്ചധികം വറുത്തെടുക്കണം, തേങ്ങ വറുത്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ സമയം ആയി, നമുക്ക് ചായ ഇടാതാ. കളിച്ചു നിർത്താ. കുളിച്ചില്ലല്ലോ, കുളിക്കണ്ടേ? അച്ഛൻ മടുത്താ? അച്ഛനെ കറ ഓടിച്ചല്ലേ? ഞാൻ കണ്ടായിരുന്നു, നിങ്ങള് സാറ്റ് കളിക്കുന്നൊക്കെ കണ്ടായിരുന്നു. കാശ്മീർ കളിച്ചാ? അങ്ങനെ കളിക്കില്ല. എന്നിട്ടാ ഹാപ്പി ആയോ? തേയിലയുടെ അല്ല ഏലക്കായുടെ പൊടി തൊണ്ടെടുത്തിട്ട് കാപ്പിക്കത്തിട്ടല്ലേ. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റും കൂടി നമ്മൾ കാപ്പിക്ക് കിട്ടും. അപ്പോൾ ഇതാ കാപ്പി റെഡി ആയിട്ട് അമ്മച്ചി കാപ്പി ഉണ്ടാക്കി. വെച്ചൊരു ഡിസ്കൗണ്ട് ആക്കിയാണ്. സ്കൂള് തുറക്കുന്നവരെ വെച്ചുകൂട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര പെരുവരിപ്പ. എന്റെ പൊന്നെ വെച്ചുകൂട്ട അമ്മച്ചിക്ക് വയ്യ. ചായ ഇറങ്ങ വാ, ചായ കുടിക്കാം. എന്റെ പൊന്നോ, ഇവിടെ എന്തൊക്കെ പ്രകടനങ്ങളാണോ. മതി, വാ കാപ്പി കുടിക്കാം. വാ, കാപ്പി കുടിക്കാം. മാടാ എങ്ങനെയല്ല ചേച്ചാ? നന്നായോ? സൂപ്പർ. പച്ചക്കുട്ടിന് ഇവിടെ ഉള്ള ലഗോ പീസുകളെല്ലാം നിലത്തിട്ട് വാ ഒന്ന് കഴിച്ചു നോക്കി. ഒന്ന് കഴിച്ചു നോക്കടാ.
എന്തോ ഞാനിവിടെ ഉണ്ട്. താങ്ക് യു. എവിടെ വീഡിയോയില് കണ്ടതാണ്. കഴിക്കാൻ വെച്ചേ. കാപ്പി ഇല്ല, പാല് പാല് കഴിച്ചു വെക്കാം. ഒരു സ്പൂൺ ശകലം കഴിച്ചോ. അറിയോളൂ ടേസ്റ്റ് ചെയ്ത് നോക്കടാ. അമ്മയാടാ കേട്ടോ. ചായക്ക് കുടിക്കുന്നത് അങ്ങനെയില്ല. നല്ല കാപ്പി കുളിക്ക. മധുരമില്ല കാപ്പി. കാപ്പി നമ്മൾ കുളിച്ചിട്ടോ. അടിപൊളിയല്ലേ? അടിപൊളി. അങ്ങനെ ഇച്ചിരി വന്നാലും എന്നും ഇച്ചിരിച്ച കാപ്പിക്ക് ചായക്ക് കടിയായിട്ട് എടുക്കാം. അങ്ങനെ കാപ്പി കുടിക്കാണ്. കാപ്പി അടിച്ച് കഴിഞ്ഞിട്ട് ഇച്ചനെ കൂട്ടാൻ പോകണം. സമയം 7:15 കഴിഞ്ഞ് 7:30 ആകാനാകുന്നു. അപ്പോൾ ഇച്ചനൊരു 7:45 7:50 ആകുമ്പോൾ ഇറങ്ങും. അപ്പോഴത്തേക്കും ചെല്ലണാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 7:45 പക്ഷെ ഇരുട്ടായിട്ടില്ല. ഇത് സെൻറ് മേരീസ് കത്തീഡ്രലാണ് നമ്മളിടയ്ക്ക് പള്ളി വരുന്ന. ഇതായിട്ട് കയറി. ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ വഴിയിലോട്ട് നടന്ന് ഇവിടം വരെ എത്തിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇച്ചി കുളിയൊക്കെ കഴിഞ്ഞ് ഗുഡ് ബൈ ആയല്ലോ. കളിക്കാം. ഇച്ചന് ടോസ്റ്റ് കൊടുക്കുമ്പോഴാണ് ജാമും പീനട്ട് ബട്ടറും വെച്ചിട്ട്. ഇച്ചി ടോസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കാപ്പി മുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച കാപ്പിയാണ്. ഇന്ന് പരിപാടി വെച്ചാൽ എന്താ ഉണ്ടാക്കുന്നത്? എന്താ അത്? കാറുണ്ടാക്കണോ? ഉച്ചക്കൂട്ടിൽ ഇങ്ങനെ ഓരോ ലെഗോ പീസ് എടുത്ത് ഒരു 3-4 സാധനങ്ങളുടെ പീസുകളെല്ലാം കൂടി മിക്സ് ആക്കി അങ്ങോട്ട് കണക്ട് ചെയ്ത് വലിയ ട്രെയിനും ഇതെല്ലാം ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടോ? ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് പെയിൻറ്റിങ് റൂമാണ്. അതുകൊണ്ട് റിച്ചുക്കുട്ടൻ്റെ പെയിൻറ്റിങ് റൂമാണ്. റിച്ചുക്കുട്ടൻ പെയിൻറ്റ് ചെയ്ത് ഓരോ പടമൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ പെയിൻറ്റ് ചെയ്തായിരുന്നു. എല്ലാ ഇലക്കളിലൊക്കെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ഇത് എന്താ മാർബിൾ റണ്ണാണെന്നും പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കിയതാണ്. മീസോ എന്തൊക്കെയാണ്. ഇതാണ് എൻ്റെ ട്രെയിൻ. അങ്ങനെ സ്കൂൾ അടയ്ക്കുമ്പോഴത്തെ ഓരോരോ പരിപാടികളാണ് കേട്ടോ. ഇതാ പെയിൻറ്റിങ്ങിലോട്ട് കയറി കേട്ടോ. എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാ? ട്രീയാ? കുറച്ചുകൂടി ഉണ്ടോ? ചപ്പാത്തി ഉണ്ടാക്കാണ്. ഇതാണ് ഉണ്ടാക്കാന് ചപ്പാത്തിയും ഉച്ചക്കത്തെ കടലക്കറിയും. ഇച്ചിൻ്റെ ട്രീ വരച്ച് കഴിഞ്ഞു. നോക്കട്ടെ. ഓ, ആപ്പിൾ ട്രീ ആണോ? അടിപൊളിയായിട്ടുണ്ടല്ലോ. സൂപ്പർ. വെള്ളം രാത്രിയും കൂടിയാ? വെള്ളം രാത്രിയും കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് എന്ത് ഇച്ചിരി ഇഷ്ടമുള്ളത് ആക്കിക്കാം. എന്നാൽ വെള്ളം നൈറ്റും ആക്കിക്കാം.
സമയം 9:15 രാത്രി 9:15 ഇരുട്ടായി വരുന്നതേ ഉള്ളൂ. സന്ധ്യയായി എന്നറിയാം. കുതിര എപ്പോഴും അടങ്ങിപ്പോണ്ട് കേട്ടോ. എന്താ എന്താ അച്ഛനിതാ അവൽ വിളയിച്ചത് ട്രൈ ചെയ്യാൻ. അച്ഛൻ ചപ്പാത്തി തിന്ന് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെന്ന് പറ. ഞാൻ പറയാം എല്ലാരും ഭയങ്കര തെറ്റിയാണെന്ന് പറയുന്നു. അല്ല അച്ഛൻ മെലിഞ്ഞു പോയില്ല, അച്ഛൻ കുറച്ച് മെലിഞ്ഞ്. അത് സാരമില്ല. നമ്മളിനി കുരിശടിക്കാൻ പോവാട്ടോ. മഴത്ത് കയറണ്ട. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോയിട്ട് എല്ലാവരും കിടന്നു. അമ്മച്ചി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാനും കിടക്കാൻ പോവാണ്. അപ്പം ഗുഡ് നൈറ്റ്, ബൈ ബൈ.